ഒരേ ദിവസം തിയേറ്ററിലെത്തിയ രണ്ട് സിനിമകളാണ്. ഒന്ന് DC എന്ന് പറയുന്ന ലോകേഷ് കനകരാജ് ആദ്യമായിട്ട് നായകനായിട്ട് അഭിനയിച്ച ചിത്രം, മറ്റൊന്ന് തുടക്കം എന്ന് പറയുന്ന ചിത്രം വിസ്മയ മോഹൻലാൽ ആദ്യമായിട്ട് നായിക വേഷത്തിലെത്തിയ ചിത്രം. ഈ രണ്ട് സിനിമകളും ഇപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാം. അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഇന്നലെ ചൊവ്വാഴ്ച ചിത്രങ്ങളുടെ കണക്കുകൾ നോക്കുന്ന സമയത്ത് കേരള ബോക്സ് ഓഫീസിൽ നിന്നും 1,65,00,000 രൂപയാണ് ലാലേട്ടനും ലാലേട്ടന്റെ മകളും അഭിനയിച്ച തുടക്കം എന്ന് പറയുന്ന ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചത്. എന്നാൽ ഒരു അന്യഭാഷയിലെ ആദ്യ നായകനായിട്ട് അഭിനയിച്ച ലോകേഷ് കനകരാജ് ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്നും 1,90,00,000 രൂപ നേടിയെടുക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ലോകേഷ് കനകരാജ് ആദ്യമായിട്ട് നായകനായിട്ട് അഭിനയിച്ച ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ലാലേട്ടന്റെ മകൾ നായികയായി ലാലേട്ടനും അഭിനയിച്ച ചിത്രത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു റെക്കോർഡ് കളക്ഷൻ കാര്യങ്ങളെല്ലാം 4ാമത്തെ ദിവസം നേടിയെടുക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ അതൊരു നല്ലൊരു മികച്ച തുടക്കം തന്നെയാണ് DC എന്ന് പറയുന്ന ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. ഇപ്പോൾ മണിക്കൂറിൽ ചിത്രത്തിന്റെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം എത്രയാവുന്നു എന്നറിയാൻ ജസ്റ്റ് ഒന്ന് ബുക്ക് മൈ ഷോപ്പ് നോക്കുമ്പോൾ മണിക്കൂറിൽ 2000-ഓളം ടിക്കറ്റ്സുകൾ മാത്രമാണ് തുടക്കം എന്ന് പറയുന്ന ചിത്രത്തിൻ്റെത് ബുക്ക് മൈ ഷോപ്പിലൂടെ മാത്രം സോൾഡ് ഔട്ട് ആവുന്നത്. എന്നാൽ DC എന്ന് പറയുന്ന ചിത്രത്തിൻ്റെത് ഏകദേശം 7000-ന്റെ അടുത്ത് ടിക്കറ്റ്സുകൾ പെർ അവറിൽ സോൾഡ് ഔട്ട് ആവുന്ന ആ ഒരു ട്രെൻഡ് നമുക്ക് 5ാമത്തെ ദിവസമായി ഇന്ന് ചൊവ്വാഴ്ചയും കാണാൻ വേണ്ടി പറ്റി. DC എന്ന് പറയുന്ന മൂവി ഒരു പാൻ ഇന്ത്യൻ മൂവിയാണ്. 2 ഭാഷയിൽ തിയേറ്ററിലെത്തിയ മൂവിയാണ്. തമിഴിലും തെലുങ്കിലും ഈ ഒരു ചിത്രം ഒരേ സമയം റിലീസ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം DC എന്ന് പറയുന്ന ചിത്രത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കേരളത്തിൽ തുടക്കം എന്ന് പറയുന്ന ചിത്രത്തിന്റെ മുകളിൽ ലിമിറ്റഡ് സ്ക്രീൻ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് DC എന്ന് പറയുന്ന ചിത്രം തൂക്കുമ്പോൾ കേരളത്തിലും വലിയ കളക്ഷനിലേക്ക് DC എന്ന് പറയുന്ന ചിത്രം വരും ദിവസങ്ങളിൽ എത്തപ്പെടും എന്നതിന്റെ സൂചനയെ തന്നെയാണ് തിയേറ്ററിൽ നിന്നും ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജിനാസ്. പുതുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഓക്കെ, ബൈ.